നവംബർ 17 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി, വിശുദ്ധ അജിസ്ക്ലൂസ്, വിശുദ്ധ വിക്ടോറിയ, വിശുദ്ധ അൽഫേയൂസ്, വിശുദ്ധ സക്കേയൂസ്, വിശുദ്ധ അനിയാനൂസ്, അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ഡിയനീഷ്യസ്. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി 1207-1231 കാലഘട്ടത്തിലാണ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി ജീവിച്ചിരുന്നത്. ഹംഗറിയിലെ അലക്സാണ്ടർ ദ്വിതീയൻ രാജാവിൻ്റെ മകളാണ് എലിസബത്ത്. ചെറുപ്പം മുതൽ തന്നെ എലിസബത്ത് തൻ്റെ ഹൃദയത്തിൽ ലോകത്തിന് സ്ഥാനം നൽകാതെ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ ശ്രമിച്ചിരുന്നു. എളിമ പ്രവൃത്തികളും ആത്മപരിത്യാഗവും നിരന്തരം അവൾ അഭ്യസിച്ചു പോന്നു. ഇടയ്ക്കിടയ്ക്ക് ദേവാലയത്തിലെത്തി ഓരോ ബലിപീഠത്തിൻ്റെ മുൻപിലും പ്രാർത്ഥിക്കും. ദേവാലയത്തിൽ മറ്റാരുമില്ലെങ്കിൽ സാഷ്ടാംഗം വീണ് അപേക്ഷിക്കും. 14-ാമത്തെ വയസ്സിൽ ജർമ്മനിയിൽ തുരിഞ്ചിയൻ രാജാവ് ലുഡ്വിഗ് നാലാമനെ എലിസബത്ത് വിവാഹം ചെയ്തു. പണം ദരിദ്രർക്ക് കൊടുക്കുവാനുള്ള ഒരു വസ്തുവായിട്ടാണ് എലിസബത്ത് മനസ്സിലാക്കിയിരുന്നത്. കൊട്ടാരത്തിൽ വരുന്ന ദരിദ്രരെ മാത്രമല്ല, കഷ്ടപ്പെടുന്ന സകലരെയും ആശ്വസിപ്പിച്ചിരുന്നു. പല ആശുപത്രികൾ രാജ്ഞി സ്ഥാപിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. കുഷ്ഠരോഗികളുടെ മുറിവുകൾ കഴുകി വൃത്തിയാക്കിയിരുന്നു. ഒരിക്കൽ ദരിദ്രർക്കായി കുറേ സാധനങ്ങൾ മേലങ്കിയിൽ കെട്ടിക്കൊണ്ടു പോയപ്പോൾ ഭർത്താവ് രാജ്ഞിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. രാജ്ഞി ഭാരം കൊണ്ട് പുളയുന്നത് കണ്ടപ്പോൾ രാജാവ് വന്ന് ഭാണ്ഡം തുറന്നു നോക്കി. വെളുത്തതും ചുവന്നതുമായ റോസാപ്പൂക്കളാണ് അദ്ദേഹം കണ്ടത്. പുഷ്പങ്ങൾ വിരിയുന്ന കാലമല്ലായിരുന്നു അത്. ഒരെണ്ണം രാജാവ് അതിൽ നിന്നെടുത്ത ശേഷം രാജ്ഞിയെ മുന്നോട്ട് പോകുവാൻ അനുവദിച്ചു. 1225 ലുഡ്വിഗ് രാജാവ് ഇറ്റലിയിൽ ഒരു യോഗത്തിന് പോയിരുന്ന കാലത്ത് നാട്ടിൽ വെള്ളപ്പൊക്കവും ക്ഷാമവും പ്ലേഗും ഉണ്ടാകാനിടയായി. രാജ്ഞി ദിനംപ്രതി 900 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. തൻ്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കൂടി അതിനായി വിനിയോഗിച്ചു. 1227 ലുഡ്വിഗ് കുരിശ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ 4ാമത്തെ ശിശുവിനെ ഗർഭം ധരിച്ചിരുന്ന രാജ്ഞി കുതിരപ്പുറത്ത് കുറേ വഴി രാജാവിനെ അനുഗമിച്ചു. ഇനി ഭർത്താവിനെ കാണാൻ കഴിയുകയില്ലെന്നൊരു വിചാരം രാജ്ഞിക്കുണ്ടായിരുന്നു. ദക്ഷിണ ഇറ്റലിയിൽ വെച്ച് ടൈഫോയിഡ് പിടിപെട്ട് ഭർത്താവ് മരിക്കുകയും ചെയ്തു. എലിസബത്ത് ദുഃഖാർത്തയായി. ഭർത്താവിൻ്റെ ചാർച്ചക്കാർ എലിസബത്ത് പണമൊക്കെ ദുർവ്യയം ചെയ്യുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് രാജ്ഞിയെ കൊട്ടാരത്തിൽ നിറക്കി വിട്ടു. വിശപ്പും തണുപ്പും സഹിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളോടുകൂടെ തെരുവീതിയിൽ അലഞ്ഞു നടന്ന രാജ്ഞി സഹനം മുഴുവൻ സ്വാഗതം ചെയ്തു. ഭർത്താവിൻ്റെ സ്നേഹിതന്മാർ തിരിച്ചു വന്നപ്പോൾ എലിസബത്തിനെ വീണ്ടും കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അവളുടെ പുത്രന്മാരായിരുന്നുവല്ലോ കിരീടാവകാശിയായി വരേണ്ടവർ. 1228 എലിസബത്ത് ഫ്രാൻസിസ്കൻ 3ാം സഭയിൽ ചേർന്നു. അതറിഞ്ഞ് സന്തുഷ്ടനായ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ മേലങ്കി രാജ്ഞിക്ക് കൊടുത്തയച്ചു. ശേഷിച്ച ജീവിതകാലം രാജ്ഞി തന്നെ സ്ഥാപിച്ചിരുന്ന ഒരു ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ച് ജീവിച്ചു. ക്രമേണ ആരോഗ്യം നശിച്ച് 24ാമത്തെ വയസ്സിൽ രാജ്ഞി അന്തരിച്ചു. 1235 എലിസബത്തിനെ വിശുദ്ധയായി നാമകരണം ചെയ്തത്. വിശുദ്ധ എലിസബത്ത് റൊട്ടികൾ ഉണ്ടാക്കുന്നവരുടെയും പരോപകാര പ്രസ്ഥാനങ്ങളുടെയും ഫ്രാൻസിസ്കൻ 3ാം സഭയുടെയും മധ്യസ്ഥയായി അറിയപ്പെടുന്നു. ദരിദ്രരെ ഒരു ദാസിയെപ്പോലെ ശുശ്രൂഷിച്ച ഈ യുവരാജ്ഞിയുടെ വിനീത സേവനം നമുക്കെന്നും ഉത്തേജകമായിരിക്കട്ടെ. വിശുദ്ധ എലിസബത്തെ, ഈ ലോകത്തുള്ള എല്ലാ ദരിദ്രർക്ക് വേണ്ടിയും ബാലവേല ചെയ്ത് ആരോരും അറിയപ്പെടാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും തിരുക്കുമാരൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.